നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ പോസ്റ്ററായി ലാലേട്ടനല്ല എങ്കിൽ മറ്റു ഓപ്ഷനുകൾ ആരായിരിക്കുമെന്ന്. നമ്മൾ പല ഭാഷകളിലെ ബിഗ് ബോസ് നോക്കിയാൽ അവിടെയെല്ലാം തന്നെ പോസ്റ്റേഴ്സ് മാറി മാറി വരാറും മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബോസ് ആയ ഹിന്ദി ബിഗ് ബോസ് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ ഹോസ്റ്റർ സൽമാൻ ഖാനാണ്. പക്ഷെ അതിനു മുമ്പ് പല ഹോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 2006 ഇന്ത്യയിൽ ആദ്യമായി ബിഗ് ബോസ് തുടങ്ങിയത്. ആദ്യത്തെ ബിഗ് ബോസ് അത് ഹിന്ദിയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബിഗ് ബോസ് ഹോസ്റ്റർ അത് അർഷാദ് വാസിയായിരുന്നു. പിന്നീട് 2008 പുതിയ ഹോസ്റ്ററെ വെച്ചു. ബിഗ് ബോസ് ഹിന്ദി സീസൺ 2 ഹോസ്റ്റർ അതൊരു ലേഡി ഹോസ്റ്റർ ആയിരുന്നു. ആ ഒരു ഹോസ്റ്ററാണ് ശില്പ ഷെട്ടി. ഈ ശില്പ ഷെട്ടി ഇന്റർനാഷണൽ ബിഗ് ബോസ് ആയ അമേരിക്കൻ ബിഗ് ബോസിൽ പോയി അവിടത്തെ വിന്നറായ വ്യക്തിയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബിഗ് ബോസ് വിന്നർ. പിന്നീട് 2009 ബിഗ് ബോസ് ഹിന്ദി സീസൺ 3 പുറത്തിറക്കി. ഇതിന്റെ ഹോസ്റ്റർ അമിതാഭ് ബച്ചൻ ആയിരുന്നു. അമിതാഭ് ബച്ചൻ ബിഗ് ബോസ് ഹിന്ദി സീസൺ 3 മികച്ചതായി തന്നെ ഹോസ്റ്റ് ചെയ്തു. പക്ഷേ തിരക്കുകൾ കൊണ്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മാത്രവുമല്ല മറ്റൊരു വലിയ ഷോ ആയ ക്രോർപതിയുടെ ഹോസ്റ്റർ അമിതാഭ് ബച്ചനാണ്. ഇതിൽ അമിതാഭ് ബച്ചൻ അല്ലാതെ മറ്റൊരു ഹോസ്റ്റർ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയും. അതുകൊണ്ട് 25 കൊല്ലമായി ഇന്നും ഈ ഒരു ഷോയുടെ ഒരേ ഒരു കിങ്ങായി അമിതാഭ് ബച്ചൻ തുടരുന്നു. പിന്നീട് 2010 ബിഗ് ബോസ് ഹിന്ദി സീസൺ 4 പുറത്തിറക്കി. ഇതിലായിരുന്നു ആദ്യമായി സൽമാൻ ഖാൻ ഹോസ്റ്ററായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ മാറി. കാരണം സൽമാൻ ഖാൻ അത്രയും മികച്ചൊരു ഹോസ്റ്ററായിരുന്നു. തന്റെ സ്വന്തമായ സ്റ്റൈലിൽ സൽമാൻ ഖാൻ ബിഗ് ബോസിനെ വളർത്തി. സൽമാൻ ഖാൻ ഈ ഒരു ഷോയിൽ വളരെ കോമഡിയാണ്. ആരെങ്കിലും റൂഡായിട്ട് പെരുമാറിയാൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മറുപടി പറയും. അങ്ങനെ വളരെ സ്ട്രിക്റ്റുമാണ്. ഇതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബിഗ് ബോസ് ഹോസ്റ്ററാണ് നമ്മുടെ സൽമാൻ ഖാൻ. മാത്രവുമല്ല മറ്റ് ഭാഷകളിലെ ബിഗ് ബോസുകൾ കമ്പനി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഹോസ്റ്റേഴ്സ് അതേപടി അനുസരിക്കും. ഹിന്ദിയിലാണെങ്കിലും ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പക്ഷേ ഹിന്ദി ബിഗ് ബോസ് ഇത്രയും വളർത്തിയത് സൽമാൻ ഖാനാണ്. അതൊരു സൽമാൻ ഖാൻ ഷോയാണ്. അപ്പോൾ സൽമാൻ ഖാൻ പറയുന്നത് കമ്പനിയും കേൾക്കേണ്ടി വരും. സൽമാൻ എങ്ങാനും ഭ്രാന്ത് കയറി ഈ ഒരു ഷോ ഇട്ടുപോയാൽ TRPയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. ബിഗ് ബോസ് സീസൺ 18 ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സൽമാൻ ഖാന് ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കരൺ ജോഹർ ഹോസ്റ്റ് ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് സൽമാൻ ഖാനെ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. നിലവിൽ ഹിന്ദി ബിഗ് ബോസ് സൽമാൻ ഖാൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ തമിഴ് നോക്കിയാൽ കമൽ ഹാസൻ മാറി ഇപ്പോൾ വിജയ് സേതുപതിയാണ്. ഇതുപോലെ തെലുങ്കിൽ പല ആളുകൾ മാറി വന്നിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. മലയാളത്തിലെ മികച്ചൊരു ബിഗ് ബോസ് ഹോസ്റ്റർ തന്നെയാണ് നിലവിൽ നമ്മുടെ ലാലേട്ടൻ. നമ്മൾ കമന്റ് ബോക്സിൽ കണ്ട പല ഹോസ്റ്റേഴ്സിന്റെ പേര് പറയും. ഇതിൽ ആരായിരിക്കും ഏറ്റവും സ്യൂട്ട് എന്നുള്ളത് ഉറപ്പായി കമന്റ് ചെയ്യുക. ഇനി ലാലേട്ടൻ തന്നെയാണെങ്കിൽ ലാലേട്ടൻ എന്ന് കമന്റ് ചെയ്യുക. ആരുടെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അവർ തന്നെയായിരിക്കും ബിഗ് ബോസിന് മാച്ച്. ലിസ്റ്റിലാക്കിയത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. നമുക്കറിയാം സുരേഷ് ഗോപി നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ഷോ 5 തവണ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മികച്ചൊരു ഹോസ്റ്ററായിരുന്നു. ഈ ഒരു ഷോയ്ക്ക് ഹൈ TRP നേടിക്കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ ബിഗ് ബോസും ഹോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സുരേഷ് ഗോപി ചില പഞ്ച് ഡയലോഗ്സ് സ്വന്തമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് മിസ്ബിഹേവ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്താൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അടുത്തത് മുകേഷ് ആണ്. നമുക്കറിയാം പണ്ട് മുതലേ മുകേഷ് പല വെറൈറ്റി ആയിട്ടുള്ള ഷോസ് ഹോസ്റ്റ് ചെയ്ത് വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ഇങ്ങനെ ഷോസ് ഹോസ്റ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നടൻ അത് മുകേഷാണ്. സാധ്യതയുള്ളത് ആരാണ്? 31 ആണോ 33 തെരഞ്ഞെടുത്തോളൂ. അടുത്തത് ജഗദീഷാണ്. നമുക്കറിയാം ജഗദീഷ് പല ഷോകളിൽ ജഡ്ജായും ഹോസ്റ്ററായും ഇരുന്നിട്ടുണ്ട്. ഈസിയായി സീരിയസ് ആയി തന്നെ ഇദ്ദേഹത്തിന് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാം. അടുത്തത് മമ്മൂക്കയാണ്. പലരും ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തൊരു പേരായിരുന്നു നമ്മുടെ മമ്മൂക്കയുടേത്. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യം ബിഗ് ബോസ് ഓഫർ കിട്ടിയത് നമ്മുടെ മമ്മൂക്കയ്ക്കായിരുന്നു. മമ്മൂക്ക അത് റിജക്ട് ചെയ്തു. ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയിട്ട് ആദ്യം മമ്മൂക്കയാണ്. അപ്പോൾ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ മമ്മൂക്കയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ലേഡി ഹോസ്റ്റർ ആണെങ്കിൽ ബിഗ് ബോസ് ടീം ആദ്യം പോകുന്നത് മഞ്ജു വാര്യരുടെ അടുത്തായിരിക്കാം. അപ്പോൾ ആരായിരിക്കും ഏറ്റവും മാച്ചിങ് ഹോസ്റ്റർ എന്നുള്ളത് ഉറപ്പായില്ല കമ്പി ചെയ്യുക.